തനിക്ക് നല്ല ജോലി നോക്കി വെക്കാമെന്ന് മനോജ് ഭാവരമണ പറഞ്ഞു ജോലിക്ക് പോയി. ഇനി വീട്ടിൽ മനോജ്, സ്വാതി, രേണുകയുടെ ചെറിയ മകൾ ഉണ്ടാകും. സ്വാതി തന്റെ ഭർത്താവായ മനോജിന്റെ അടുത്തേക്ക് ചെന്നു ഏവണ്ടി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു. ആ സ്നേഹം ശ്രദ്ധിച്ച മനോജ് ഇങ്ങനെ പറയുന്നു, എന്താണ് ഏവണ്ടി എന്ന് എന്നെ നീ എത്ര സ്നേഹത്തോടെ വിളിക്കുന്നു? ആ സ്നേഹം കാണുമ്പോൾ അയ്യോ എന്തോ വിളിക്കണമെന്ന് തോന്നുന്ന സ്നേഹത്തോടെ വിളിച്ചാൽ നിങ്ങൾ എന്തോ മതിയാവട്ടെ മതിയാവട്ടെ. നിന്റെ ആവശ്യത്തിന് സ്നേഹം എന്ന് പേരിടേണ്ട. ശരി പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എന്നോട് എന്താണ് ആവശ്യം? നിങ്ങൾ എന്നെ ബലി കാണിച്ചു കളയരുത്. എന്തായാലും നാം പട്ടണത്തിൽ എത്തിയല്ലോ, അതിനാൽ നമ്മുടെ ജീവിതങ്ങൾ മാറും അല്ലേ? പട്ടണത്തിൽ വന്നാൽ ജീവിതങ്ങൾ മാറില്ല, കഷ്ടപ്പെട്ടാൽ മാത്രമേ മാറൂ. അതാണ്. എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രം പോരെ, എന്റെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയൂ. ഞാൻ രാവിലെ ഭാവനയോട് ചോദിച്ചു, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നോക്കാമെന്ന്. അതുപോലെ നിന്റെ സഹോദരിക്ക് ഒരു ജോലി നോക്കാമെന്ന് ഞാൻ പറയും. അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാതി ഒരേ സമയം കോപത്തോടെ, ഇവിടെ ഞാൻ പരിചയപ്പെടുന്നു. അതുകൂടാതെ നിന്റെ സഹോദരിക്ക് എന്റെ കുറിച്ച് എന്താണ് കരുതുന്നത്? നിന്റെ സഹോദരി ഞാൻ പഠിച്ചിട്ടില്ലാത്തവളല്ല, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച വിദ്യാഭ്യാസത്തിന് എനിക്ക് മറ്റൊരു തലത്തിൽ ജോലി ലഭിക്കും എന്ന് കരുതിയാൽ ഞാൻ നിന്നേക്കാൾ കൂടുതൽ സമ്പാദിക്കും. അങ്ങനെ എന്നെ പിടിച്ച് മറ്റൊരാളുടെ വീട്ടിൽ വീട്ടുപണിക്ക് വെക്കുമോ? നീ നല്ല പഠിച്ചവളാണ് സ്വാതി, ഞാൻ അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സാഹചര്യത്തിന് അനുസരിച്ച് നമുക്ക് മാറണം. ഇത്രയും പറഞ്ഞിട്ടും കേൾക്കാത്ത പക്ഷം അത് നിന്റെ ഇഷ്ടം. ശരി, എന്നാൽ നിന്റെ തലത്തിനനുസരിച്ചുള്ള ജോലി ചെയ്യുമോ? പറയൂ, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണം. എന്നെ വിവാഹം കഴിച്ചല്ലോ, എന്നാൽ ഞാൻ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എന്റെ മേൽ തന്നെയല്ലേ? സ്വാതി, നീ കൽപ്പിച്ചാൽ പോകും, നീ വിളിച്ചാൽ പോകും, പക്ഷേ നിന്നോടൊപ്പം ഞാൻ പോകുന്നില്ല. കുഞ്ഞിനെ നോക്കിക്കോ, അതുകൊണ്ടാണ് എന്നോട് പിണങ്ങരുത്. ഇപ്പോഴെങ്കിലും ബുദ്ധി വന്നോ എന്ന് പറഞ്ഞ് മനോജ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പുറത്തേക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരികെ വരുന്നു സ്വാതി. ദിവസമൊന്നും വീട്ടിൽ തന്നെയല്ലേ? വീട്ടിൽ ജോലി ചെയ്താൽ എന്താണ് പ്രശ്നം? സഹോദരി അവരുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവൾ ജോലി ചെയ്യുന്നത് പോലെ. ഞാൻ വീട്ടുജോലിക്കാരിയായി വന്നിട്ടില്ല. ഈ ജോലികൾ ചെയ്യാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകുന്നില്ല സ്വാതി. ഈ സ്വഭാവം നല്ലതല്ല, അത് എല്ലാം ഞങ്ങൾക്ക് അറിയാം. പിന്നെ മനോജ് അത് കേട്ട് സ്വാതിയുടെ പെരുമാറ്റം ഇനി മാറില്ലെന്ന് കരുതുന്നു. വൈകുന്നേരം ആയി. രേണുക തന്റെ മൂത്ത മകളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അണ്ണൻ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തോന്നിയോ? അതൊന്നുമില്ല ചേച്ചി, എല്ലാം സുഖമാണ്. അതെ, വളരെ നല്ലതായി തോന്നി. വലിയ ബംഗ്ലാവല്ലേ, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ്. നീ പഠനം തുടരുന്നത് വളരെ നല്ലതാണ് സ്വാതി. അതുപോലെ അതിന്റെ വാക്കുകളെ ശ്രദ്ധിക്കരുത് ചേച്ചി, അത് വെറുതെ പിച്ചി സംസാരമാണ് എന്ന് പറഞ്ഞു. രേണുക പോയി എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം പാചകം ചെയ്യുകയും ചെയ്യും. അങ്ങനെ രാത്രി ആയിരിക്കും. രമണ വീട്ടിലേക്ക് തിരികെ വരും. മനോജ്, നിനക്ക് ജോലി കിട്ടിയോ? ശമ്പളം കുറച്ച് കുറവായിരിക്കും, പക്ഷേ നിന്റെ ജോലി ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ നൽകാൻ തയ്യാറായിരിക്കും. നിന്റെ കാര്യത്തിൽ എനിക്ക് അറിയാം അല്ലേ, അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ പറയുകയാണ്. എന്തു പറയുന്നു? നിനക്ക് ഇഷ്ടമാണോ? എന്താണ് ബാവ അങ്ങനെ പറയുന്നത്? ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് നല്ല കാര്യമാണ് അല്ലേ? ശരി, നാളെ മുതൽ എന്റെ കൂടെ വരൂ. ശരി ബാവ, അങ്ങനെ തന്നെ. ഞാൻ ലോക്കൽ നോക്കി ഇവിടെ തന്നെ ഇരിക്കാം ബാവ. അപ്പോൾ തന്നെ എന്തിന് ഈ വേഗം? അങ്ങനെ അല്ല ബാവ, നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ. എല്ലാം അറിയാമെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ബാവ. ശരീരാ, നിന്റെ ഇഷ്ടം. ഇവിടെ നോക്കിയല്ലോ. അതെ, ഇവിടെ തന്നെ ബാവ, ഒരു വീതിയിൽ. ശരിയാണോ? നല്ലതാണ്. അപ്പോൾ ഞാൻ അണ്ണനെ ദിവസവും കാണാൻ കഴിയും എന്ന് പറഞ്ഞ് രേണുക സന്തോഷിക്കുന്നു. അത് ശ്രദ്ധിച്ച സ്വാതി തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു, നിന്റെ സന്തോഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. നിന്റെ അണ്ണനെ നിന്നിൽ നിന്ന് അകറ്റിവിടും. ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇരുവരുടെയും ഇടയിൽ സന്തോഷം ഇല്ലാതാക്കും. ഇങ്ങനെ സ്വാതി അവരുടെ സന്തോഷം സഹിക്കാനാകാതെ തന്റെ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താ, ഇനിയും നിന്റെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പാൻ മറക്കുമോ? മതിയാവട്ടെ, ഭക്ഷണ സമയം ആയല്ലോ. വരൂ, ഞാൻ വിളമ്പാം. രേണുക എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും കുറച്ചു സമയം സംസാരിച്ച് ഉറങ്ങാൻ പോകും. പക്ഷേ സ്വാതി മാത്രം ഉറങ്ങില്ല. കാരണം
അവളുടെ മനസ്സിൽ മുഴുവൻ ചിന്തകളാണ്. അങ്ങനെ രാത്രി മുഴുവൻ സ്വാതി ഉറങ്ങാതെ ഇരിക്കും. രാവിലെ സ്വാതിയുടെ കണ്ണുകൾ വളരെ വീർപ്പുണ്ടാകും. അതിനാൽ അവളുടെ മുഖം കാണാൻ വളരെ രസകരമാകും. അത് കണ്ടു വെടുക ചിരി അടക്കാനാവെ പൊട്ടിച്ചിരിക്കും. വദിന, എന്താണ് നിന്റെ മുഖം ഇങ്ങനെ ആയത്? പോയി കണ്ണാടിയിൽ നോക്ക്. രേണുക ചിരിക്കും. പക്ഷേ സ്വാതിക്ക് കോപം വരും. ചീ ചീ, ഇതിങ്ങനെ രാത്രി മുഴുവൻ ഒരേ ചിന്തകൾ. അതിനുമേൽ അഞ്ജു, മറ്റൊന്ന്. അയ്യോ അതെ വദിന. അപ്പോഴേക്കും മനോജ് എത്തി. മുഖം ചൂട് എണ്ണയിൽ വെച്ചതെന്തിന്? ഹലാബി ചിരിച്ച് എന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അല്ലേ? ഹോട്ടൽ എത്ര വരും അല്ലേ ചേളമ്മേ? അതെ അണ്ണൻ. ഞാനും ചിരിച്ചു. പക്ഷേ കേൾക്കുന്നത് നിർത്തു. വദിന ദുഃഖപ്പെടും. എന്താണ് നിങ്ങളുടെ വദിന ദുഃഖപ്പെടുന്നത്? അത് ദുഃഖം നൽകുന്ന തരമല്ല, പക്ഷേ ദുഃഖം അനുഭവിക്കുന്ന തരമല്ല. അതിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. സിനിമയ്ക്ക് പോയി ജോലി ചെയ്യൂ. ശരി അണ്ണൻ എന്ന് പറഞ്ഞ് രേണുക അവിടെ നിന്ന് പോകുന്നു. സ്വാതി, ഞാൻ ജോലിക്ക് പോകുന്നു. നിന്നോട് പറയാനായി വന്നതാണ്. പക്ഷേ മുഖം. ശരി ശരി, ഇനി പോകാം. സ്വാതി കോപത്തോടെ ശരി പോകൂ എന്ന് പറയുന്നു. മനോജ്, രമണ എന്നിവർ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു. രേണുകയും തന്റെ മൂത്ത മകളെ സ്കൂളിൽ ഇറക്കി ജോലിക്ക് പോകുന്നു. ഇങ്ങനെ 3 വർഷം കടന്നുപോകുന്നു. സ്വാതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. 2 വർഷമായി മനോജിനൊപ്പം താമസിക്കുന്ന സ്വാതി ഒരു പദ്ധതി തയ്യാറാക്കി. തുടർന്ന് ഒരു ദിവസം മനോജ് അസ്വസ്ഥനായി. അതെന്താ അബ്ബാ, എന്താണീ ശല്യം എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എത്ര വർഷമായി ഈ ജോലിയിൽ? നിനക്കറിയില്ലല്ലോ. 3 വർഷമായി ഈ ജോലിയിൽ ചേർന്നിട്ട്. 3 വർഷമായി. പക്ഷേ നിന്റെ വരുമാനം അതേപടി തുടരുന്നു. അവസാനം നീ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ബാ, നരസംപേട്ടയ്ക്ക് നേരിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയൂ. മതി. അതാണ് അണ്ടി. നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ കൂടുതൽ വരുമാനം ലഭിക്കുമെന്ന് രമണയെ പറഞ്ഞില്ലേ? അതെ, നിങ്ങൾ അവിടെ കഠിനമായി പരിശ്രമിക്കുന്നു. പക്ഷേ യജമാനന് ഒരു കരുണയും ഇല്ല. അതുകൊണ്ട് ഒന്നോ ആ ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ യജമാനനോട് വരുമാനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുക. സ്വാതി പറഞ്ഞ വാക്കുകൾ മനോജ് ചിന്തയിൽ ആഴപ്പെടുന്നു. അത് സ്വാതി ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ ചിന്തിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞുണ്ട്. വീട്ടിലെ ചെലവുകളും കൂടുന്നു. സ്വാതി പറഞ്ഞത് ശരിയാണെന്ന് മനോജ് കരുതുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല വാക്ക് പറഞ്ഞു. സ്വാതി, ശരി, ഞാൻ പോയി ബാവയെ കണ്ടുവരാം. അതെ, പോയി എന്താണ്? മനോജ് പോയതിനു ശേഷം സ്വാതി ഇങ്ങനെ ചിന്തിക്കുന്നു. പോയി നിങ്ങളുടെ സഹോദര സഹോദരിമാരുടെ അമൂല്യമായ ബന്ധം വേർപെടുത്താൻ ഞാൻ ആരംഭിച്ചു സാർ. ഇത് ഒരു ചെറിയ തുടക്കമാണ് മാത്രം. നിങ്ങൾ പൂർണ്ണമായും വേർപിരിയുന്ന ദിവസം അടുത്തു തന്നെ. ഈ ജോലി സഹോദര, മറ്റൊരു ജോലി തേടാൻ തിരിയുക. ഇനി പൂനെയിൽ പറഞ്ഞല്ലേ? എന്തിനാണ് ഇനിയും ജോലി? നമ്മൾക്ക് ഇവിടെ എല്ലാം അറിയാം അല്ലേ? അതിനാൽ കുറച്ച് ദൂരം പോയി അവിടെ വേറെ ജോലി നോക്കുക എന്ന് പറയുന്നു. അപ്പോൾ അത് കൃത്യമായി കേൾക്കും എന്ന് കരുതി സ്വാതി സ്വയം സന്തോഷിക്കുന്നു. മറുവശത്ത് മനോജ് രമണോട്, ബാവ, ഞാൻ ഈ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മറ്റൊരു ടിവിയിൽ നോക്കാം. ഇപ്പോൾ തന്നെ ജോലി ചെയ്യുന്നവരാണോ? നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ 3 വർഷമായി ചെയ്തു വരുന്ന ജോലിയിൽ ബാബ എങ്കിലും എൻ്റെ മേധാവി എൻ്റെ കഷ്ടപ്പാടിന് തക്കതായ പണം തരുന്നില്ല. ദിവസവും കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്ക് കരുണയില്ല. അതുകൊണ്ടാണോ നീ നിന്റെ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? അങ്ങനെയല്ലേ നിന്റെ ഇഷ്ടം? നിന്റെ പോലുള്ളവരെ നഷ്ടപ്പെടുന്നതിൽ നിങ്ങളുടെ യജമാനൻ ദുഃഖിതനാകും. ഇപ്പോൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഞാൻ ഒരു ഓട്ടോ വാങ്ങി അതിനായി. ഓഹോ, നല്ല ആശയമല്ലേ? പക്ഷേ ഓട്ടോക്കായി പണം ഉണ്ടോ? എൻ്റെ പക്കൽ കുറച്ച് പണം മാത്രമേ ഉള്ളൂ. ബാബ ബാക്കി കണ്ടെത്തണം. നിനക്ക് പരിചയമുള്ളവർ ഉണ്ടെങ്കിൽ പറയൂ ബാവ. അങ്ങനെ എങ്ങനെ പറയാം? രമണ കുറച്ച് സമയം ആലോചനയിൽ ആകുന്നു. ഒരാൾ ഉണ്ട്. അവൻ ചോദിച്ചാൽ പണം കയ്യിൽ നൽകും. പക്ഷേ മാസത്തിൽ പലിശ കൃത്യസമയത്ത് നൽകണം. അല്ലെങ്കിൽ അവൻ്റെ ആളുകളെ കൊണ്ട് അടുപ്പിക്കും. പക്ഷേ നല്ല ആളാണെങ്കിൽ നമുക്ക് ഉടനെ പോകാം. ബാവ അങ്ങനെ ആ പണം കൊണ്ട് എന്തിനാണ് ഓടിക്കളിക്കുന്നത്? അതിന് അങ്ങനെ വേഗം വേണ്ട. ഒരു നല്ല ദിവസം നോക്കി പോകാം.
എല്ലാ കാര്യങ്ങളിലും വേഗം വേണ്ട ഹാസൻ ബാവ. ശരിയാണ്, സഹോദരി കാണുന്നില്ല ബാവ. അവൾ പച്ചക്കറികൾക്കായി പോയി വരും. അവിടെ സംസാരിക്കുമ്പോൾ തന്നെ അവൾ എത്തി. പച്ചക്കറികളുടെ വില വളരെ കൂടുതലാണെന്ന് പറയുന്നു. അവരുമായി ചർച്ച ചെയ്യാൻ കഴിയാതെ പോയി ബാബായി. നമുക്ക് ഇത്ര ദൂരം വന്നപ്പോൾ അവർ പറഞ്ഞ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. ഇങ്ങനെ പോയാൽ ഭാവിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്താണ് എത്രയെങ്കിലും പറയും. എങ്കിലും അണ്ണൻ എപ്പോഴാണ് വന്നത്? ഈ അടുത്തിടെ വീട്ടിൽ വരുന്നത് തന്നെ നിർത്തി. ഞാൻ സിനിമ കാണും സഹോദരി, പക്ഷേ അവിടെ തന്നെയുണ്ട്. എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവരുന്നില്ല. എപ്പോഴും എന്തെങ്കിലും ജോലി പറയിക്കൊണ്ടിരിക്കും. അറിയാമല്ലോ. അവളുടെ കാര്യത്തിൽ ആകട്ടെ. അണ്ണൻ കുട്ടി എങ്ങനെയുണ്ട്? വളരെ നന്നായി സഹോദരി. വിട്ടുകൊടുക്കാതെ ഇരിക്കുന്നത് മതി. മനോജിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രമണയും രേണുകയും ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് മനോജും ചിരിക്കാൻ തുടങ്ങും. രമണ ഓട്ടോ എടുത്ത് തന്റെ ജീവിതം എങ്ങനെ കടന്നുപോയെന്ന് പറയുന്നു. സ്വാതിയും സഹോദരിമാരും തമ്മിലുള്ള സ്നേഹം എങ്ങനെ അകറ്റപ്പെടുന്നുവെന്ന് അറിയാൻ മറ്റൊരു എപ്പിസോഡിനായി കാത്തിരിക്കുക.